മൂന്നാം മോദി മന്ത്രിസഭയുടെ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 7:15 രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. വിശദാംശങ്ങൾ നൽകാൻ ഇപ്പോൾ രുജീഷ് വി രവീന്ദ്രൻ ഡൽഹിയിൽ നിന്ന്, ഒപ്പം ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് രുജീഷിലേക്ക് പോകാം. രുജീഷ്, 7:15 സത്യപ്രതിജ്ഞ നടക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ? ലക്ഷ്മി, ഇനി 1 മണിക്കൂർ 15 മിനിറ്റോളം 10 മിനിറ്റോളം മാത്രമേ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ളൂ. ഇപ്പോൾ നിയുക്ത മന്ത്രിമാർ ഓരോരുത്തരായി അവരവരുടെ ഇവിടെ ഡൽഹിയിലുള്ള വീടുകളിൽ നിന്ന്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏജൻസി വഴിയൊക്കെയുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഓരോ ഘട്ടത്തിൽ നിന്നും, ഓരോ സ്ഥലങ്ങളിൽ നിന്നും മാറി മാറി പല മേഖലയിൽ നിന്നായി ഓരോ മന്ത്രിമാർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ പട്ടികയിലുള്ള മന്ത്രിമാർ തന്നെ അതിൽ മിക്ക പേരും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഘടകകക്ഷികൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ അധികാരത്തിലേക്ക് പോകുന്നത്. TDPക്ക് 2 മന്ത്രിമാർ, രാംമോഹൻ നായിഡു, ചന്ദ്രശേഖർ പൊമ്മസാനി എന്നിവർ TDPയുടെ മന്ത്രിമാരാകും. അതോടൊപ്പം JDUവിന് 2 പേർ, ലല്ലൻ സിംഗ്, അതോടൊപ്പം രാംനാഥ് താക്കൂർ, അനുപ്രിയ പട്ടേൽ അപ്നാദളിൻ്റെ ഭാഗമായി മന്ത്രിയാകും. ജിതൻ റാം മാഞ്ചി ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച നേതാവാണ്, അദ്ദേഹം മന്ത്രിയാകും. LJPയുടെ ഭാഗമായി ചിരാഗ് പാസ്വാൻ മന്ത്രിയാകും. ഇന്ന് ഈ യോഗത്തിൽ 11:30-ക്ക് പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ, നിയുക്ത മന്ത്രിമാരെല്ലാം തന്നെ മൂന്നാം മോദി സർക്കാരിൻ്റെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. കഴിഞ്ഞ 2 ഘട്ടത്തിനപ്പുറം ഒരുപക്ഷെ കെട്ടുറപ്പോടെയുള്ള ഒരു സഖ്യമാണ് NDA എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരെ സ്വാഗതം ചെയ്യുകയായിരുന്നു. എന്തായാലും ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ കൂടി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ജോർജ് കുര്യൻ ഇന്ന് സത്യത്തിൽ അപ്രതീക്ഷിതമായി തന്നെയാണ് ജോർജ് കുര്യൻ്റെ ഒരു വരവ് നമ്മൾ ഈ പട്ടികയിലേക്ക് പേര് വരുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണ്, 9 പേർ. 8 പേർ ബീഹാറിൽ നിന്ന്, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് 5 പേർ വീതം ഉണ്ട്. കേരളത്തിൽ നിന്ന് 2 പേർ. എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങൾ ഇവിടെ രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ അവസാനവട്ട നടക്കുകയാണ്. എന്തായാലും സുരക്ഷ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. മിക്ക സ്ഥലത്തും പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ സുരക്ഷയിൽ തന്നെയാണ് ഈ ഡൽഹി നഗരം ഇപ്പോൾ ഉള്ളത്. പുറത്തു നിന്ന്, വിദേശത്ത് നിന്നുള്ള രാഷ്ട്രത്തെ പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നതിനാൽ വലിയ സുരക്ഷയിലാണ് ഡൽഹി നഗരം ഇപ്പോൾ ഉള്ളത്. എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ വിന്യസിച്ചുകൊണ്ട് വളരെ ശക്തമായി തന്നെ CSFും മറ്റ് ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ സുരക്ഷയ്ക്കായി ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ സുരക്ഷയിൽ തന്നെ ഇപ്പോൾ ചടങ്ങിലേക്ക് പോകുന്നു. ഇനി കേവലം 1 മണിക്കൂറും 10 മിനിറ്റോ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും മൂന്നാം മോദി സർക്കാർ ചരിത്ര നേട്ടം തന്നെയാണ് സത്യത്തിൽ NDAയുടെ ഭാഗത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ. കാരണം അവർ തുടർച്ചയായി 3 തവണ NDA ആദ്യമായി ഇന്ത്യയിൽ ഭരണത്തിൽ ഏറുന്നു. പ്രത്യേകിച്ച് ഒരേ പ്രധാനമന്ത്രി തന്നെ വരുന്നു. അവർ NDAയുടെ ഭാഗമായി ആദ്യമായാണ് ഇങ്ങനെ 3 തവണ പ്രധാനമന്ത്രിയായി ഒരാൾ വരുന്നത് എന്നത് പ്രത്യേകതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് പ്രാതിനിധ്യം കിട്ടുന്നത് 2 പേരുടെ പ്രാതിനിധ്യം കിട്ടുന്നു എന്ന് മാത്രമല്ല, അതിൽ ഒരാൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വരുന്നു എന്നുള്ളത് തന്നെയാണ്. സുരേഷ് ഗോപിയുടെ വിജയം ആ തരത്തിൽ ആഘോഷിക്കുക തന്നെയാണ് BJP. നമുക്ക് ദൃശ്യങ്ങളിലും കാണാം, കേരളത്തിലെ പല സ്ഥലങ്ങളിലും ആഘോഷങ്ങളുണ്ട്. അത് സമാനമായി ഈ BJPയുടെ ഡൽഹിയിലെ നഗരങ്ങളിൽ പല ആളുകളും ഈ ഇത്തരത്തിൽ BJPയുടെ മൂന്നാം സർക്കാർ വരുന്നതിൻ്റെ ആഘോഷം ഇവിടെയും ഡൽഹിയിലും കാണാം. എന്തായാലും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞ് ഇനി 1 മണിക്കൂറോളം ആകുമ്പോൾ മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കും. ലക്ഷ്മി.